അപ്പോൾ ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞങ്ങൾ പുതിയ ഒരു നമ്മളിപ്പോൾ വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാല് അത്യാവശ്യം ഓവർ വ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് ഇതിപ്പോ പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടിട്ടോ പിന്നെ പൈസ ഇട്ടാൻ വേണ്ടിട്ടോ നമ്മളെ ജീവിതത്തിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്ന കുറെ സംഭവങ്ങൾ നമ്മൾ ചീന്തിയിട്ട് നമ്മൾ അതിലേക്ക് വെക്കും. എന്നിട്ട് ജസ്റ്റ് മെമ്മറീസ് മാത്രം. അപ്പോ അതാണ് നമ്മള്. അപ്പൊ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ടൊന്നും ചെയ്യണമെന്നില്ല, കണ്ടാ മതി. അല്ല, സബ്സ്ക്രൈബ് ഒന്നും വേണമെന്നില്ല. അപ്പൊ ഞങ്ങൾ ഞങ്ങളൊരു പുതിയ വീട് വരുന്നുണ്ട്. നമ്മുടെ ചെക്കന്മാർ ദുബായിന്ന് വരുന്നുണ്ട്. ഒരു 4 വലിയ ബസ്സിലാണ് പോകുന്നത് ആൾക്കാർ. ആകെ 6 ആൾക്കാരേ ഉള്ളൂ. 10 ആൾക്കാരുണ്ട് ടോട്ടൽ. ശബാബ് അടക്കം 10 ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരാളിപ്പോ വേണോ വേണ്ടെന്ന ലെവലിൽ നിൽക്കാണ്. നോക്കാം നമുക്ക്. ഇൻഷാ അല്ലാഹ് ഒരു ട്രിപ്പ് ഉണ്ട്. ഇന്റർനാഷണൽ ട്രിപ്പാണ്. അടുത്ത മാസം ഒരു ട്രിപ്പ് വരുന്നുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ വരും. ഓ ഗൈസ്, ഇപ്പൊ നമ്മളൊന്ന് ആക്രിക്ക് പോവാണ്. പൈസ കാണിക്കടാ. സാധനങ്ങൾ എന്തൊക്കെയാണ്? എടാ എന്തൊക്കെ അടി ഉണ്ട് എന്നിട്ടൊന്ന് പറയ്. അപ്പോ ആകെപ്പാടത്ര 2 കുപ്പി ഉണ്ട്. 2 കുപ്പി വെച്ചിട്ട് പായസം കുടിച്ചാൻ പോവാണ്. 5 ഉറുപ്പിക കിട്ടും. നോക്കാം നമുക്ക് എത്ര രൂപ കിട്ടും നോക്കാം നമുക്ക്. ഷിയാസിന് ചിലവാണ്. ആക്കി വെച്ച പൈസ കൊണ്ട് നമ്മളിന്ന് പായസം കുടിക്കാൻ പോവാണ്. ബാക്കിൽ എന്താ തൽക്കണി വെക്കാളാ ആള് നമ്മളാളാണ്. ഞാൻ ബാക്ക് ഇറങ്ങി ഇരുന്നുണ്ട് കേട്ടോ. ആക്രിക്ക് വന്നാണ്. ഏതടാ മൊയിലാളി. നിങ്ങളൊക്കെ വൈറലാവും മിക്കവാറും. അവിടെ 13 ആണ് കൊടുക്കാൻ. ആകെ 60 ഉറുപ്പിക ഉള്ളത്. 57 അല്ലേ കാട്ടി? മാഷാ അല്ലാഹ്. ഇത് കട്ടിയില്ല. എന്നാ എന്റെ പൈസ എന്തെന്നാ? അപ്പൊ ഗൈസ്, ഞങ്ങള് മറ്റേ ആക്രീന്ന് സാധനമൊക്കെ കൊടുത്ത് ഇനി ഫോട്ടോ എടുക്കാൻ പോവാണ്, വീഡിയോ എടുക്കാൻ പോവാണ്. ക്യാമറ അപ്പോ ഇന്ന് നമ്മൾ നില പാർക്കിലാണിപ്പോ. 2 പയ്യന്മാരെ കണ്ടിട്ടുണ്ട്. ചോദിക്കാം അതെന്ത് വന്നേനെ ഇവിടെ? എനിക്ക് ഈ ഒരു സംഭവത്തിനോട് എനിക്ക് എന്താ പറയാനുള്ളത്? ഈ ഒരു നില പാർക്കത്ത് പോയി കാണുന്ന ഒരു സദാചാര ടീമുണ്ട്. ടീമുണ്ട്. ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് വന്നിട്ടുള്ള പായസം കിട്ടിയില്ല. അപ്പോ കുറച്ച് ക്ലിക്ക് അടിക്കാന്ന് വിചാരിച്ചിട്ട്. നില പാർക്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് അല്ലേ എനിക്ക് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. പിന്നെ ഇവര് രണ്ടാളും പിന്നെ ഏകദേശം പുതിയതാണ്. പക്ഷെ ഇവൻ ഇവിടെ എപ്പോഴും വരുന്നതാണ്. എപ്പോഴും വരുന്നതാണ്. അപ്പൊ അമ്മേന്റെ പെരക്കാര് കാണുന്ന ഈ വ്ളോഗ് കാണണ്ടെങ്കിൽ നോക്കുക. ഇടക്കിടക്ക് ഇവിടെ കാണുന്നത്. ക്യാമറ എങ്ങനെ ഓണാക്കാന്ന് പറയാൻ അറിയില്ല. പക്ഷെ അഞ്ഞിട്ട് സംഭവം എന്താണ്? അപ്പോൾ ഷിയാസോടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ്. മെയിനായിട്ട് വന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. ചിൽഡ്രൻസ് കോർണർ. ഷാഹിദാണ് അങ്ങോട്ട് പോകുന്നത്. എന്തിന്? ചിൽഡ്രൻസ് കോർണർക്ക്. അവിടെ പോയിട്ട് അവിടെയുള്ള ഊഞ്ഞാലിലൊക്കെ ആടാൻ പോവാണ്. ക്യാമറമാൻ ഷിയാസ്. നമ്മളെ ഈ വ്ളോഗിൻ്റെ ക്യാമറ അതുപോലെ എഡിറ്റിങ് മൊത്തം എൻ്റെ പയ്യനാണ്.
ഓക്കെ പാർക്കിൽ വന്നപ്പോ പാർക്കിൽ വന്നപ്പോ അതാ ആദ്യം കാണിച്ചത് ഇതാണ് സംഭവം. കളിയാവുന്ന അങ്ങനല്ലടാ, അങ്ങനെ കാലുകൊണ്ട് സപ്പോർട്ട് ചെയ്. ആ അങ്ങനെ ആക്ക്. ആണ് നിലത്ത് കിട്ടുവനെ. ഇതില് ഈ പോത്ത് പോലെ വളർന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ചേച്ചി നോക്കണ്ടാ. ചേച്ചി വാങ്ങിപ്പോ വരും. പണി നമ്മൾ നീച്ചു കൊടുക്കില്ല. ഇവിടുന്ന് കൊറേ കുട്ടികളും കണ്ടിരുന്നു. ഊഞ്ഞാലാടാൻ വരുന്നുണ്ട്. ഷാഹിദിന്റെ കുട്ടി, ഒന്ന് ഷാഹിദിന്റെ കുട്ടി, ഒന്ന് സിയാസിന്റെ. അപ്പൊ നിങ്ങൾ എന്റെ ഷാഹിദിന് അതിൽ കയറാൻ ആഗ്രഹം. ഷീസോലി ഫാൻറ്റ് വിരിച്ചാ കയറി. എടാ അച്ചു ലേറ്റ് പോയല്ലോ. ഫവാസ് കേറി. ഞാൻ നോക്കാം ഇത്ര വലിപ്പം വെച്ചാൽ നായ എന്താ കാട്ട്. ഫവാസ് വായു ചളിയാവൂല. ഇല്ലല്ല പിന്നെ ഷാഹിദ് പിന്നെ അത് കുട്ടിയാ. നിളയത്തെ ഒരു ഓപ്പൺ ജിമ്മാണ്. ആ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളോടാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനൊരു നല്ലൊരു ഓപ്പൺ ജിം ഉണ്ടാക്കി വെച്ചിട്ട് ഫുൾ ടൈം ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരാൾക്ക് അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും. ശ്വാസം എന്താ പറയാനുള്ളത്? അത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിന് ബാധിക്കും. അങ്ങനെയല്ല, ഒരു ഓപ്പൺ ജിം തുറന്നു വെച്ചിട്ട് സംഭവം നമുക്കറിയാം എത്രയോ പൈസ മുടക്കിയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ 12 ലക്ഷം രൂപയാണ്. അപ്പം ഈ ഒരു 4 കമ്പിക്ക് 12 ലക്ഷം രൂപയാണ്. അതല്ല കാര്യം പറഞ്ഞിട്ട് ഈ സംഭവം ഒക്കെ തുരുമ്പൊടിച്ചു പോവുകയാണ്. അല്ല, ഈ ആളുകൾക്ക് ഒരു പ്രയോജനം ഇല്ലാതെ ഒക്കെ തുരുമ്പൊടിച്ചു പോവുകയാണ്. ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സോ ഈ ഒരു ദയനീയ അവസ്ഥ, ഇത് ഈ പൂട്ട് വരെ തുരുമ്പിടിച്ചു പോയിട്ടുണ്ട്. എത്രയോ കാലമായിട്ട് തുറന്നിട്ടില്ല. ഷിയാസേ കറക്റ്റ് ഇതിനെ വെച്ചൊരു കറക്റ്റ് ഒരു ആക്ഷൻ ഇതിനെ പറ്റി എടുക്കണം. നമ്മുടെ പാർട്ടിപരമായിട്ട് നമ്മുടെ പ്രശ്നമില്ല, പക്ഷേ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും പൈസ മുടക്കിയിട്ട് പൂട്ടിയിടാൻ അത് എനിക്കൊരു ഭയങ്കര ഫീല്, എനിക്കൊരു സങ്കടം അതിൽ വരുന്നില്ലേ. ശരി, അപ്പൊ ഇതിനെതിരെ ഒരു കറക്റ്റ് ഒരു നടപടി ഇതിനെതിരെ എടുക്കണം എന്നാണ്. നിങ്ങൾ എങ്ങനെ അത് കാണണം, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താ വേണ്ട കടി എന്താണല്ലോ വീഡിയോ കണ്ടിട്ട് 3 കടമ്പത്താറി ഇവിടുത്തെ വേറെ സംഭവം കാണിച്ചു. നമ്മളിപ്പോൾ ആദ്യം ഒരു ചായ 3 സർവത്ത് വന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു പിന്നെ പച്ചവെള്ളത്തിൽ ഉണ്ടാക്കി തരും. പന്നി ഉണ്ടാക്കി തരുമുണ്ട്. വെയിറ്റ് ചെയ്യും.
എന്തുവാട് ആശ്രയാണോ? ആ ഒരു കടലേക്ക് എടുത്തുന്നാല് സംഭവമൊക്കെ ഓക്കെ. വേറൊരു സാധനമുണ്ട്, ഇതല്ല ഇത് കൂട്ടി. കടലേക്ക് ആയിട്ടുണ്ട്, ചൂട് കടലേക്ക്. ഇതാണ് പോസ്റ്റ് ബുക്കിന്റെ പവർ. പൈസ ഒരു വിഷയമില്ല. 50 രൂപ കിട്ടി, 500 രൂപ ചെലവ്. കിട്ടോ എന്താ പാസ്പോർട്ട് വരുന്നില്ല. രണ്ട് കടലേക്ക് അങ്ങനെ മണ്ടേനെ കിട്ടും. 55 കൊടുക്കും. 75 അല്ലേ? താങ്ക് യു. ശരി. അപ്പോ ഞങ്ങള് നിർത്തിട്ടോ. നാളെ കാണാം. ഇനി മറ്റേ എടുക്ക്. അപ്പോ ഗൈസ് ഓക്കെ, ഗുഡ് ബൈ. പോവാണ്. ചാറ്റ് എടുത്തോളാം. ബൈ ബൈ. അടുത്ത വ്ളോഗ് വരുന്നവരെ ബൈ 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 ബൈ. സീ യു സൂൺ. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും. ബൈ ബൈ.